വാൽപ്പാറയ്ക്ക് പിന്നാലെ കേരളത്തിന് വേദനയായി തൃശൂരും. ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നരട്ടി എന്റെ നോക്കുമ്പോൾ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ തട്ടി. എനിക്ക് മനസ്സിലായി ഞാൻ ഓടുമ്പോഴേക്കും ഈ മിന്നിൽ ഇവിടെ നറുചെട്ട് പൊട്ടി. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണത്തിനിടയിലാണ് ഈ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. സ്ഥലത്ത് വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കടാവർ നായയെ സ്ഥലത്തേക്ക് എത്തിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംഭവത്തിന്റെ മജിസ്ട്രിയൽ അന്വേഷണം തുടരുന്നു. സ്ഫോടനത്തിൽ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥലത്തുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ മെഡിക്കൽ കോളേജിൽ എത്തി പരിക്കേറ്റവരെ കാണും. ഇവർ പിന്നീട് സംഭവ സ്ഥലത്തും എത്തും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരമാഘോഷമില്ലാതെ നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അപകട സ്ഥലത്ത് നിന്ന് CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഈ മരിച്ചവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ദുഷ്കരമാണ് താനും. 35ഓളം ആളുകൾ വെടിക്കെട്ട് ശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു കണക്ക്. സ്ഥിരീകരിക്കാവുന്നതല്ല പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത്തരം വിവരങ്ങൾ കൂടുതലായി എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? CV അനുമോദ് സംഭവസ്ഥലത്തുണ്ട്. നവമി ദിനേശും അവിടെയുണ്ട്. സംഭവസ്ഥലത്ത് 6 ഷെഡുകളായിരുന്നു. അതിലുണ്ടായിരുന്ന വെടിക്കോപ്പുകൾ പൂർണ്ണമായും കത്തിയമരുന്ന സാഹചര്യം. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ മുണ്ടത്തിക്കോട് പാതിരിക്കോട് ക്ഷേത്രത്തിന് സമീപമാണ് ഈ പാടശേഖരം. 5.5 ഏക്കർ ഒഴിഞ്ഞ ഈ പറമ്പിലാണ് പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഈ 35 പേർ എന്ന കണക്ക് വെടിക്കെട്ട് ശാലയിൽ 35 പേർക്കുള്ള ഭക്ഷണം എത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയും പേർ സംഭവസ്ഥലത്തുണ്ടായിരുന്നതായി കരുതുന്നു. അനുമോദ്, ഈ 35 പേർ ഈ ശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു സ്ഥിരീകരിക്കാത്ത ഒരു കണക്ക്. ഒരുപാട് മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാനുണ്ട്. കൂടുതൽ എന്തെങ്കിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇപ്പോൾ വിവരമുണ്ടോ? വിദഗ്ധ പരിശോധന തുടരുകയാണോ? രഞ്ജിത്ത്, നമ്മളുള്ളത് ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന ഇടത്താണ്. എനിക്ക് പിറകിൽ കാണാം ഇവിടെ പോലീസിന്റെ അതേപോലെ തന്നെ ഫയർഫോഴ്സിന്റെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വിശദമായ ഒരു പരിശോധനയ്ക്കാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. കെഡാവർ ഡോഗ്സ് 3 കെഡാവർ ഡോഗ്സിനെ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലൊക്കെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്ന മർഫി, മായ, ഏഞ്ചൽ എന്നീ 3 കെഡാവർ ഡോഗ്സിനെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ കളക്ടർ, അതേപോലെ കമ്മീഷണർ മുതലായ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള യോജിച്ചുകൊണ്ടുള്ളൊരു വിശദമായ പരിശോധന ഇവിടെ ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള യോഗം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രി കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരും ഇവിടേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയാനാകുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഇടമാണ് ഈ ദുരന്ത മുഖം എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ചെറിയ തുരുത്താണ്, ഒരു പാടത്തിന് നടുവിലുള്ള ഒരു ചെറിയ തുരുത്താണ് ഈ ഒരു ഈ വെടിക്കോപ്പ് നിർമ്മാണശാലയായിട്ടുണ്ടായിരുന്നത്. ആ ഒരു തുരുത്ത് പൂർണ്ണമായിട്ടും കത്തിയമർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ വെടിമരുന്നിൻ്റെ ഒരു ഗന്ധമാണ്. അതുപോലെ നമ്മൾ രാവിലെ വരുമ്പോൾ പല ഭാഗത്തും പുക അടങ്ങിയിട്ടില്ല. അങ്ങനെ ഉള്ളൊരു വലിയ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി കാഴ്ചകളാണ് നമുക്ക് രാവിലെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം പൂർണ്ണമായും
കത്തിയമർന്ന സാഹചര്യമാണുള്ളത്. ഇനി ഈ കത്തിയമർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ആരുടെയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളതാണ് കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ദുരന്തം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ശരീരാവശിഷ്ടങ്ങളായിരിക്കും ലഭിക്കുക. അതൊക്കെ DNA പരിശോധനയും മറ്റും കഴിഞ്ഞതിന് ശേഷമേ മറ്റു കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഈ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ദൗത്യം. അതിനാണ് നമ്മൾ കെഡാവർ ഡോഗ്സിന്റെ സഹായം തേടുന്നത്. കെഡാവർ ഡോഗ്സിന്റെ പ്രത്യേകത, മണ്ണിനടിയിൽ എത്ര ആഴത്തിലാണെങ്കിലും ഈ മൃതശരീരത്തിന്റെ ഗന്ധം തിരിച്ചറിയാൻ അവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിലാണ്ടുപോയ മൃതശരീരങ്ങൾ പോലും അവർ കണ്ടെടുക്കുന്നത് നമ്മൾ ഈ പലപ്പോഴും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിടത്തൊക്കെ ചൂരൽമലയിലും മുണ്ടക്കയിലും അതേപോലെ തന്നെ കവളപ്പാറയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നായകളുടെ സേവനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് ഇവിടേക്ക് പ്രവേശനം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ഇപ്പോഴും കത്താതെയുള്ള വെടിമരുന്നിൻ്റെ വലിയ ഒരു ഭാഗം ഇതിൻ്റെ മറുവശത്തുള്ള ഒരു ഷെഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. മാത്രമല്ല അവിടെ ഒരു ജാഗ്രത ഈ ഒരു സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ടുള്ള ഒരു പരിശോധന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നിവിടെ ഉണ്ടാവുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മരിച്ച ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിൽ തന്നെ DNA പരിശോധന അനിവാര്യമാണ്. അത് ബന്ധുക്കളുടെ രക്തസാമ്പിളോ മറ്റും ശേഖരിച്ച് ഇതിൽ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന എല്ലാവരുടെയും ബന്ധുക്കളുടെ രക്തസാമ്പിളോ മറ്റും ശേഖരിച്ചായിരിക്കും DNA പരിശോധന നടത്തുക. ആ ഫലം ലഭിക്കുന്ന ഒരു പക്ഷേ 3 മുതൽ 5 ദിവസം വരെ സമയമെടുക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. നമ്മൾ അത്തരത്തിലുള്ള DNA പരിശോധനയും ദുരന്തമുഖങ്ങളിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ ഉള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. മൃതദേഹം തിരിച്ചറിഞ്ഞവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അത് മറ്റ് ചടങ്ങുകൾ ആയിട്ട് തന്നെ അവരുടെ അന്ത്യസംസ്കാരങ്ങൾ ഒക്കെ നടക്കും. ഇവിടെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തെല്ലാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആരെല്ലാമാണ് ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത് എന്നത് കണ്ടെത്തലാണ് ആദ്യത്തെ ലക്ഷ്യം. ഇതിൽ എത്ര പേരുണ്ട് എന്നുള്ളതും അവർ ആരെല്ലാമാണെന്നുള്ളതും ഇത് മനസ്സിലാക്കാനാണ് ആദ്യത്തെ ഒരു വലിയ കാര്യം. അതിനുവേണ്ടിയുള്ള നടപടികളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്നാണെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഈ വലിയ ഒരു ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഈ തെരച്ചിലിനും പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇവരെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. നിങ്ങൾ മലപ്പുറത്തല്ലേ വരുന്നത്? ഇവിടുന്ന് കേരളത്തിലെല്ലാ ജില്ലയിലും ഇവിടെ ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് ഇവരെ റെസ്ക്യൂവിന് നമ്മൾ ഇവിടെ പോലീസുകാർ കൂടെ നിൽക്കുന്നു. റെസ്ക്യൂ സംഘം നിങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ടിന്റെ ദുരന്തത്തിൽ ആദ്യമായിട്ടാണ്? അത് അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഇവിടെ ഈ തെരച്ചിലിന് ഇവരുടെ കൂടെ സഹായിക്കാനാണ് നിർദ്ദേശം? അതെ, നിർദ്ദേശപ്രകാരം അവർ പറയുന്നമാതിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് പ്രവേശിക്കുന്നതിനും പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ല, അനുമതി കിട്ടിയിട്ടില്ല. ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാകും. ഫോറൻസിക് പരിശോധന പൂർത്തിയാകുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷമേ കൂടുതൽ തെരച്ചിലിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് അറിയാനാകുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് വിദഗ്ധ സംഘങ്ങൾ ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ അവരും പ്രവേശിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഇന്നത്തെ ഒരു പകലിൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിന്റെ പിറ്റേ ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് നിന്ന് ശേഖരിക്കുന്ന തെളിവുകളും ഇന്ന് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന വിവരങ്ങളൊക്കെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക. നമുക്കിപ്പോഴും കാണാം ഇവിടെയൊക്കെ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ഷെഡുകളായിരുന്നു. ഈ ഷെഡുകൾക്കുള്ളിലായിരുന്നു വെടിക്കെട്ടിൻ്റെ സാമഗ്രികളൊക്കെ, പടക്കവും മറ്റുമൊക്കെ നിർമ്മിച്ചിരുന്നത്. അതെല്ലാം തന്നെ പൂർണ്ണമായും കത്തിയമർന്നു പോയ ഒരു സാഹചര്യമാണ്. ഇവിടെ ഒന്നും നമുക്ക് അവരുടെ വെടിക്കെട്ടിൻ്റെ കോപ്പിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ആണ് ഇവിടെ കാണാനാകുന്നത്. ഇവിടെയൊക്കെ ബൈക്കുകളും സ്കൂട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കത്തിയമർന്ന അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 5000-ലേറെ ടൺ വെടിമരുന്ന് ഈ ഒരു വെടിക്കെട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി സജ്ജമാക്കിയിരുന്നതാണ്. അതാണ് പൂർണ്ണമായിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ദൃശ്യങ്ങൾ കാണാം. കേന്ദ്രമന്ത്രി തൃശ്ശൂർ MP യുമായ സുരേഷ് ഗോപി ദുരന്ത സ്ഥലത്തേക്ക്
എത്തുന്നുണ്ട്. അദ്ദേഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ കേന്ദ്രം ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് 2 ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് പൂർണ്ണമായും മനസ്സിലാക്കുവാനാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദർശനവും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം സ്ഥലത്തേക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണെങ്കിലും ഈ ഒരു ദുരന്തമുഖത്ത് എപ്പോഴും ഒന്നായി നിൽക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട്. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഈ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി ഈ വെടിക്കെട്ട് പുരയിൽ സംഭവിച്ചിട്ടുള്ളത്. സമാനതകളില്ലാത്ത ദുരന്തം എന്നൊക്കെ പറയാം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിലും ഇത്രയും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട മറ്റൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. അതൊക്കെ പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരിക്കൽ ഒരു വെടിക്കെട്ട് പുര കത്തിയതല്ലാതെ അന്നൊന്നും ജീവഹാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൂരത്തിൻ്റെ സമയത്താണ് പിന്നീട് വെടിക്കെട്ടിനിടയിൽ ദുരന്തമുണ്ടായി ജീവൻ നഷ്ടപ്പെട്ടത്. അത് 1978 ഉണ്ടായിട്ടുണ്ട്, 84 ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും അവസാനം 2007 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്രമാത്രം ജീവനെടുക്കുന്ന തരത്തിലായിരുന്നില്ല. ഇത് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യം അതിപ്പോഴും ഉത്തരം കിട്ടാതെ ശേഷിക്കുകയാണ്. കൊടും ചൂട് തന്നെയാകാം കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാം 36-38 ഡിഗ്രി ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചൂട് ഈ ഒരു അപകടത്തിന് വഴിവെച്ചു അല്ലെങ്കിൽ കാരണമായി എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്താം. പക്ഷേ ഇതൊക്കെ തന്നെ ഫോറൻസിക്കിൻ്റെ ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സങ്കടം ഇക്കാര്യങ്ങളെക്കുറിച്ച് എത്ര പേർക്ക് കൃത്യമായി പറയാനാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവരുടെ ആരോഗ്യനിലയും ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിയുന്ന തരത്തിലല്ല, ഗുരുതരമായി പൊള്ളലേറ്റവരാണ്. അങ്ങനെ ഇതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഇനി പ്രധാനപ്പെട്ടത്. ഇതിൽ അപകടത്തിൽ രക്ഷപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഇതേക്കുറിച്ച് കൂടുതൽ പറയാനാകണമെന്നില്ല. അവരുടെ ശാരീരിക മാനസികാരോഗ്യം അതിനൊന്നും സജ്ജമായിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടെടുക്കുന്ന തെളിവുകൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതിന് ഇന്നത്തെ ഫോറൻസിക്കിൻ്റെയും മറ്റ് വിദഗ്ധ സംഘത്തിൻ്റെയൊക്കെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം തന്നെ ആ നടപടികളിലേക്ക് കടക്കും. എന്താണെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ കളക്ടറുമായിട്ടും കമ്മീഷണറുമായിട്ടും ഒക്കെ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. രഞ്ജിത്ത്. ചൊവ്വാഴ്ച വൈകിട്ട് ഉണ്ടായ പൊട്ടിത്തെറി 2 മണിക്കൂറോളം നീണ്ടു. അത്ര വലിയ പൊട്ടിത്തെറിയാണ്. ഇപ്പോൾ അനുമോദിൻ്റെ ക്യാമറ കാണിച്ച ദൃശ്യങ്ങൾ അവിടെ ഇപ്പോഴും പുകച്ചുരുളുകൾ ഉയരുന്നത് കാണാം. അതിനുശേഷവും തീയണയ്ക്കാനായത് 5.5 മണിക്കൂറിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചുള്ള ഒരു ധാരണയിലെത്തിക്കുന്നത്. 500 മീറ്ററിനുള്ളിൽ 50ഓളം വീടുകൾക്ക് സ്ഫോടനങ്ങളിൽ നാശനഷ്ടമുണ്ടായി. മിക്കവാറും വീടുകളുടെ ജനൽ ചില്ലകൾ തകർന്നു. ഓടിട്ട വീടുകളുടെ മേൽക്കൂര തകരുന്നു. അങ്ങനെ അതിശക്തമായ സ്ഫോടനം. ആദ്യമൊക്കെ ഇവിടുത്തെ സമീപവാസികൾ വിചാരിച്ചിരുന്നത് ഭൂമികുലുക്കമാണ് എന്നും മറ്റുമാണ്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും നിരവധി ജീവനുകൾ നഷ്ടമാക്കി കഴിഞ്ഞു. ചാക്കിലാക്കിയാണ് ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഉൾപ്പെട്ടവരുടെയും മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടിയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ചിലരുടെയൊക്കെ ശരീരം പകുതി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ജീവനുള്ളവരാണോ മരിച്ചവരാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ലാതെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരു വിഷമാവസ്ഥ സൃഷ്ടിച്ചത്. മുണ്ടത്തിക്കോട് പാതിരക്കോട് ക്ഷേത്രത്തിന് സമീപത്തെ കുട്ടംകുളം പാടശേഖരത്താണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. 2 ലക്ഷം രൂപ ഇതിനകം കേന്ദ്ര സർക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50,000 രൂപയാണ് പരിക്കേറ്റവർക്ക് ഇപ്പോൾ നഷ്ടപരിഹാരമായി കേന്ദ്രം നൽകിയിരിക്കുന്നത്.
തൃശ്ശൂർ പൂരം നടത്തിപ്പ് ഇത്തവണ പൂരത്തിൻ്റെ എല്ലാ പ്രൗഢിയോടെയും ഉണ്ടാവില്ല എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. സർക്കാരിൻ്റെ കൂടുതൽ അനുമതിക്കായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ഈ മരിച്ചവരുടെ ഓർമ്മ, ദുരന്തത്തിൽപ്പെട്ടവരുടെ ഓർമ്മ അത് വല്ലാതെ തൃശ്ശൂരിനെ പൊള്ളിക്കുന്നുണ്ട്. ബദൽ മാർഗങ്ങളടക്കം വെടിക്കെട്ടുകൾക്ക് സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. അവർ ഈ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിക്കുന്നു, മറ്റ് കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇനിയിപ്പോൾ ഈ കൂടുതൽ ഗഡാവർ നായ്ക്കൾ അവിടെയുണ്ട്, കൂടുതൽ മരണം സംഭവിച്ചോ എന്ന് അറിയണം. അതിൻ്റെ വ്യക്തത വരണമെങ്കിൽ കുറച്ച് കാലമെടുക്കും, സംശയമില്ല, കുറച്ച് സമയമെടുക്കും, സംശയമില്ല. കാരണം അത്രത്തോളം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു പൂർണ്ണ രൂപത്തിൽ കിട്ടിയത്. 9 മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭ്യമായത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6 പേരെ മാത്രം തിരിച്ചറിയുന്നു. ICUവിൽ 10 പേർ, അതിൽ 5 പേർ ഗുരുതരാവസ്ഥയിൽ. അങ്ങനെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഒരുപക്ഷെ വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണല്ലേ? രഞ്ജിത്ത്, ദുരന്തത്തിന്റെ വ്യാപ്തി അത് തന്നെയാണ് നാട് മുഴുവൻ ഞെട്ടിക്കുന്നത്. കാരണം സാധാരണ ഒരു അപകടത്തിലേതുപോലെയല്ല ഈ വെടിക്കെട്ടിൽ ഉണ്ടാകുന്ന പരിക്കുകൾ. അത് ജീവന് ഏറ്റവും ഹാനി ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ പരിക്കേൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ആന്തരികാവയവങ്ങൾക്കൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ അത് റിക്കവറി എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ, ഇതൊരു മഹാദുരന്തമാകാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനം ഈ എത്ര പേർ ഇതിൽ പെട്ടു എന്നുള്ളത് തിരിച്ചറിയുകയാണ്. അതിൽ തന്നെ ദുരന്തത്തിൽ മരിച്ചവരുടെ അല്ലെങ്കിൽ അവരെ ആരെല്ലാമാണെന്ന് തിരിച്ചറിയാൻ വലിയ പ്രതിസന്ധിയുണ്ട്. ശരീരഭാഗങ്ങൾ പലയിടങ്ങളിലായി ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് പലതും കണ്ടെടുത്തിട്ടുള്ളത്. അതൊക്കെ ആരുടെയെല്ലാമാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് DNA പരിശോധനയോട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ തന്നെ ശരീരം പല ഭാഗങ്ങളിലായിട്ട് ചിന്നിച്ചിതറിയതാകാം. അപ്പോൾ ഓരോ ശരീരഭാഗങ്ങളും ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അത് DNA പരിശോധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നത് എന്ന് നമുക്ക് പ്രാഥമികമായിട്ടൊരു വിവരമുണ്ട്. പക്ഷേ അത് അല്പം കൂടുവാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിൽ സംശയിക്കുന്ന ആളുകളുടെ എല്ലാ ബന്ധുക്കളുടെയും ഈ ശരീരഭാഗങ്ങൾ സാമ്പിൾ ശേഖരിച്ചത് അതുമാണ് DNA പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതായത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന തിരിച്ചറിയാത്ത എല്ലാവരുടെയും ബന്ധുക്കളുടെ DNA ശേഖരിച്ച് അതാണ് ഈ ലഭിച്ച ശരീരഭാഗങ്ങളുടേതുമായിട്ട് സാമ്പിൾ പരിശോധന നടത്തുക. ഇത് നമ്മൾ ദുരന്തമുഖത്തുകളെല്ലാം കണ്ടതാണ്. ഈ മുണ്ടക്കൈ ചുരമല ദുരന്തത്തിലൊക്കെ ഇതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ തിരിച്ചറിഞ്ഞത്, ഈ മരണത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതും ഈ DNA പരിശോധനാ ഫലങ്ങൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അപ്പോൾ അത്തരം നടപടികൾക്കാണ് ഒരു ഘട്ടത്തിൽ ഇനി ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതായത് മൃതശരീരങ്ങൾ ആരുടേതെല്ലാമാണെന്ന് തിരിച്ചറിയുക, പരിക്കേറ്റവർ ആരെല്ലാമാണെന്ന് കണ്ടെത്തുക. അങ്ങനെ ഉള്ള ഒരു നടപടികളാണ് ആദ്യ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടാവുക. ഒപ്പം ഇത് ഏറ്റവും ഉയരുന്ന ഒരു ചോദ്യം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇനി എങ്ങനെയാകും ഈ ഒരു പൂരത്തിൻ്റെ എന്നുള്ളത്. നമുക്കറിയാം, ഒരു ദുരന്തത്തിൽ ചവിട്ടി നിൽക്കുമ്പോൾ പൂരം ആഘോഷിക്കുക എന്നുള്ളത് മാനുഷികമായിട്ട് നമുക്ക് ഏറെ വേദന നൽകുന്നതാണ്. ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ദേവസ്വങ്ങൾ പൂരം ചടങ്ങ് മാത്രമാക്കി നടത്താനുള്ളൊരു തീരുമാനമെടുത്താൽ അതിൽ സർക്കാരിൻ്റെ ഒരു അനുമതി കൂടി വന്നാൽ അത്തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമെന്ന് വേണം കരുതുവാൻ. ആദ്യമായിട്ടല്ല പൂരം ചടങ്ങ് മാത്രമായി നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഓർമ്മയിൽ ഉള്ളത് ഇപ്പോൾ കോവിഡ് കാലത്ത് അത്തരത്തിൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തിയിട്ടുണ്ട്. അതിനു മുൻപ് പലവട്ടം ലോകമഹായുദ്ധ സമയത്തും അങ്ങനെയുള്ള പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ ഒരാനപ്പുറത്ത് പാണികൊത്തി ദേവനെ വലം വെച്ച് മടങ്ങുന്ന ഒരു ചടങ്ങ് മാത്രമാക്കി പൂരം നടത്തിയതിൻ്റെ ചരിത്രവും നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ
പൂരം ആഘോഷങ്ങളും അതിൻ്റെ വർണ്ണപ്പകിട്ടും എല്ലാം ഒഴിവാക്കി ഒരു ചടങ്ങ് മാത്രമാക്കി നടത്തുന്നതിൻ്റെ ഒരു സാധ്യത അത് എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത് എന്നാണ്. ഇന്ന് അക്കാര്യത്തിൽ ഒരു ധാരണയാകും. ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. അതിൽ ദേവസ്വങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും അതേപോലെ ദേവസ്വം മന്ത്രിയൊക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നതോടെ അക്കാര്യത്തിലൊരു വ്യക്തത കൈവരും. അതുതന്നെയാണ് ഏറ്റവും അറിയാനുള്ള ഉചിതമായൊരു നടപടി അത്തരത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഒരു മഹാദുരന്തം അതിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഈ ആഘോഷങ്ങൾ അതൊരിക്കലും യോജിക്കുന്നതല്ല എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്തുവാൻ. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ഒരു മണിക്കൂറുകൾ നമുക്ക് അറിയാനാകും. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ നടപടികളിൽ ഒന്ന് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക, പരിക്കേറ്റവരെ കണ്ടെത്തുക, ആരെല്ലാമാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ പറയുന്ന ഈ മറ്റ് നടപടികൾ ഇതിൻ്റെ ഫർദറായിട്ടുള്ള നടപടികൾ സംസ്കാര ചടങ്ങുകളടക്കമുള്ള കാര്യങ്ങളൊക്കെ അത്തരം ആ ഘട്ടത്തിൽ ഉണ്ടാകും. എന്നാണെങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കാനുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടെ തെരച്ചിലിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ത് എന്നുള്ളതിന് വ്യക്തമായൊരു മറുപടി അത് ഫോറൻസിക് പരിശോധനയ്ക്കും മറ്റും ശേഷമുണ്ടാകുമെന്ന് കരുതാം. ഒരു ചൂട് തന്നെയാകാം കാരണം. പക്ഷേ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ അതിലുണ്ടായിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും തൃശ്ശൂർ പൂരം ഓരോ തവണയും ആഘോഷമായി മുൻപത്തേക്കാൾ വർണ്ണാഭമായി ആഘോഷിക്കുന്ന ഒരു ചരിത്രമുള്ള പതിവുള്ള മലയാളിക്ക് ഈ ഒരു തൃശ്ശൂർ പൂരം കണ്ണീരിൻ്റേതാണ്, വേദനകളുടേതാകും. നമുക്കൊപ്പം ഉണ്ടായിരുന്ന സഹജീവികളെ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ദുഃഖം നെഞ്ചിലേറ്റിയിട്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ പൂരം എന്നത് കണ്ണീർ പൂരമാണ്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു പക്ഷേ ഈ ഒരു യോഗത്തിന് ശേഷം സുരേഷ് ഗോപി പുറത്തേക്കെത്തി മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ. രഞ്ജിത്ത്, ഇന്നലെ ഒരുപാട് മന്ത്രിമാരടക്കമുള്ള നിരവധി ആളുകൾ അവിടെ എത്തി ഈ ദുരന്ത സ്ഥലത്തെത്തുകയും പരിക്കേറ്റവരെ സന്ദർശിക്കുകയും മറ്റും ചെയ്തിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീര ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. സമീപത്തുള്ള കുളത്തിൽ പരിശോധന നടത്താൻ സ്കൂബ സംഘം എത്തും എന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. മിനിസ്റ്ററെ, ഇപ്പോൾ 8 പേര് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വന്നാൽ 13 ഒക്കെ പറയുന്നു. അങ്ങനെ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. 13 എന്ന് പറയുന്നതിൻ്റെ കണക്ക് ഇപ്പോൾ കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സുകൾ ചേർത്ത് വെച്ച് ആരൊക്കെയാണെന്ന് സ്ഥിരീകരിക്കും. DNA ടെസ്റ്റ് നടത്തി. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ 13ഓളം വരാം എന്നുള്ള ആ കണക്ക് ശരിയാണ്. പക്ഷേ അതാരാണെന്ന് മനസ്സിലാക്കാതെ ഇത്ര പേര് നമ്മൾ മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. 8 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് 8 ഞാൻ സ്ഥിരീകരിച്ച് പറഞ്ഞത്. ഇപ്പോൾ പിന്നെ അവിടെ പോസ്റ്റ്മോർട്ടം തുടങ്ങി. ഞങ്ങളിപ്പോൾ ഫോറൻസിക്കിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാം. ഈ സ്ഥലത്ത് ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ പോയിരുന്നു. സംഭവം ഉണ്ടായ സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. അവിടെ ഇപ്പോഴും ഒരു സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. ഏത് സമയത്തും ഒറ്റപ്പെട്ട സ്ഫോടനങ്ങൾ ഉണ്ടാകാവുന്ന അവസ്ഥ ഉണ്ടെന്നാണ് നിൽക്കുന്ന ഓഫീസേഴ്സ് എല്ലാം പറഞ്ഞത്. അതുകൊണ്ട് അകത്ത് കയറിപ്പോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ സ്കൂബ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ പരിശോധിക്കുകയും ചെയ്യും. മൊത്തം എത്ര പേരുണ്ടെന്നാണ് ഒരു നിഗമനം? 40 തന്നെ. ഒരു ജോലിയിലുണ്ടായിരുന്ന ഒരു പയ്യൻ പറഞ്ഞ് ഞങ്ങൾ 42 പേരുണ്ടായിരുന്നതാണ് പറഞ്ഞത്. അതിലൊരു സ്ത്രീ നേരത്തെ ഇറങ്ങി ഓടിയതുണ്ട്, ഒരു പയ്യൻ നേരത്തെ ഇറങ്ങി ഓടി. അവരെല്ലാം ഞങ്ങൾ കണ്ടു. ആ ഓടിയവർക്ക് കൊച്ചു പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, കാലിലൊക്കെ. അത് ചെറിയ പരിക്കുള്ളൂ, സാരമില്ല. അതുകൊണ്ടാണ് അവരുടെ ICUലൊന്നും കൊണ്ടുപോകാതിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബേൺസ് യൂണിറ്റ് പൂർണ്ണമായി സജ്ജമാണ്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഏകോപിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. എല്ലാ തരത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് ജില്ലകളിൽ നിന്ന് കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ എത്തിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? എന്താണ് ഇപ്പം ഞങ്ങൾ ആരോഗ്യമന്ത്രി കൂടി വന്നതിന് ശേഷം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നല്ല സജ്ജമാണ്. പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്, ആവശ്യത്തിന് സർജന്മാരുണ്ട്, PG സ്റ്റുഡൻസ് ഉണ്ട്. യൂണിറ്റും നല്ല രീതിയിൽ തന്നെ സജ്ജമായിട്ടുള്ള യൂണിറ്റാണ്. ആവശ്യത്തിനിപ്പോൾ കോട്ടയം അതുപോലെ പാലക്കാട് 2 സ്ഥലത്ത് ആളുകൾ വരാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തു നിന്നും
ആവശ്യമാണെങ്കിൽ മാൻ പവർ വരണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ സംസാരിച്ചിടത്തോളം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റ് വേണ്ടത്ര സജ്ജമാണ്. എല്ലാവരും വളരെ നേരത്തെ സംഭവം എന്തോ നടന്നു എന്നറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിൽ പ്രത്യേകത അനസ്തീഷ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ സജ്ജമായി. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ചികിത്സയാണ് നടക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെയുണ്ട്. ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. നാളെ മന്ത്രിസഭ പ്രത്യേകം ചേർന്ന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹങ്ങൾ വിട്ടു നൽകുമോ? അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ ഇപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വന്നതിന് ശേഷം DNA പരിശോധന ആവശ്യമായിട്ട് വരും. DNA പരിശോധനയുടെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും പറയാൻ സാധിക്കാത്ത അത്രയും വലിയൊരു ദുരന്തം അത് സംഭവിച്ചു എന്നുള്ളത് അത്യന്തം വേദനയോടുകൂടിയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണത് ഉണ്ടായത് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാണെങ്കിലും ശരി, തൃശ്ശൂർ ജില്ലയെ, കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയെ പിടിച്ചുലയ്ക്കുന്ന എല്ലാ മനുഷ്യരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുള്ള വലിയ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് പ്രതികരിക്കണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനും നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെയൊക്കെ ജന്മനാടാണ്. വലിയ ദുഃഖമാണ്. ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു? ഇല്ല, ഇപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ പോകുന്നുണ്ട്. കുറച്ച് പേരവിടെ ഉണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിലാണ് നിൽക്കുന്നത്. ഖേദം പ്രകടിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ നാട് കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ അനുശോചനവും ദുഃഖവും അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെ ഇത്തരം പടക്ക നിർമ്മാണങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കേണ്ട സമയമായി എന്നുള്ളത് സംശയമില്ല. എന്തായാലും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അവരെല്ലാം പാവപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് സാധാരണ പ്രഖ്യാപിക്കുന്ന ഒരു എക്സ്ഗ്രേഷ്യ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പതിവ് സഹായധനമാണ് ഇത്തരം ഏത് അപകടങ്ങളുണ്ടായാലും ഉണ്ടാകുന്നത്. അതിൽ കൂടുതൽ പ്രഖ്യാപിക്കുന്ന കാര്യം അവരാലോചിക്കണമെന്നാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ധനസഹായവും വൈകാതെ പ്രഖ്യാപിക്കണം. കാരണം ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽപ്പെട്ട് കുരുക്കേണ്ട കാര്യമില്ലേ ഇല്ല. ഇതൊരു ദാരുണമായിട്ടുള്ള അപകടമാണ്. ഈ അപകടത്തിൽ മരണപ്പെട്ടവർക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, പരിക്കേറ്റവർക്ക് ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായം നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ തടസ്സമാകേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന പ്രശ്നവുമില്ല. പറമ്പിൽ പൂർണ്ണമായിട്ടും തീ അണച്ചിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ടൊക്കെ തന്നെ അവിടെ ചെറിയ അളവിലൊക്കെ മിന്നുന്നുണ്ട്, ചില സ്പാർക്കുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഈ പറമ്പിന് ചുറ്റുമുള്ള കുളങ്ങൾ, കിണറുകൾ ഇപ്പോൾ സ്കൂബ സെറ്റ് പ്രത്യേകമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. ലൈറ്റിട്ട് ഈ പാഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ അന്വേഷണങ്ങൾ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ രാവിലെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് മണത്ത് പിടിക്കാൻ കഴിയുന്ന ഡോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ടുവന്നുള്ള പരിശോധന രാവിലെ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നേരത്തെ കൊടുത്തത്. ഏകദേശം 40ഓളം വരുന്ന പോലീസുകാരെ ഗാർഡായിട്ട് അതിന് ചുറ്റും തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ 14ഓളം ബോഡി പാർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് 2-3 പേരുടെയാണോ എത്ര പേരുടേതാണ് എന്നുള്ളത് നമുക്കതിലൊരു വ്യക്തതയില്ല. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്നുള്ള വിദഗ്ധരെത്തും. നമ്മൾ അത് തീരുമാനിച്ചിട്ടുള്ളതും പ്രോട്ടോക്കോളും എല്ലാവരുടെയും, ഇപ്പോൾ ബോഡി വിട്ടുകൊടുത്തവരുടെ ഉൾപ്പെടെയുള്ളവരുടെ സാമ്പിളുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഉള്ളവരുടെയും ബോഡി പാർട്സിൻ്റെയും സാമ്പിളുകൾ എടുക്കുകയും ആ സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് വിധേയമാക്കുകയും ചെയ്യും. ഇനി കാണാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ, അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് അവരുടെ സാമ്പിളുകൾ കൂടി എടുത്ത് ഈ 2 സാമ്പിളുകളും മാച്ച് ചെയ്യുന്നത് എവിടെയാണ്, ആരുടേതാണ് എന്നുള്ളത് കണ്ടിട്ട് ആ സാമ്പിളുകൾ, ആ ബോഡി പാർട്ടുകൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വൈകി ഫോറൻസിക് വിഭാഗം മേധാവി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്.
നമ്മൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് എല്ലാ ബോഡികളും ഓട്ടോപ്സി ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കീഴ്വഴക്കം. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം, വയനാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ളൊരു വിഷയം, വയനാട്ടിൽ കുറച്ചുകൂടി ഐഡൻറ്റിഫിക്കേഷൻ, അപ്പോൾ നമ്മളൊരു 2-3 ദിവസമൊക്കെയാണ് ഡികമ്പോസ് ചെയ്തത്. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബോഡി അതുപോലെ തന്നെ ആണ്, ഐഡൻറ്റിഫിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടെ ബോഡി കരിഞ്ഞ നിലയിലായതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ വളരെ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് തന്നെ ബന്ധുക്കൾക്ക് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതും അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതും ഉറപ്പാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഡോക്ടേഴ്സ് ഇന്നലെ പറഞ്ഞൊരു കാര്യം, എല്ലാ ബോഡീസും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ചില ഐഡൻറ്റിഫിക്കേഷൻ ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇച്ചിരി പ്രയാസകരമാവുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ തന്നെ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്തത് കടുക്കനുണ്ടായിരുന്നു എന്നുള്ളത് ആണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ഒരു പക്ഷേ ചെയ്യാം. അപ്പോൾ ഒന്നിലധികം പേർ അങ്ങനെ ഉണ്ടായിരുന്നോ, അതൊക്കെ ഉണ്ടാകാം, അല്ല നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിനെ കുറച്ച് ദുഷ്കരമാക്കുമോ എന്നുള്ള ഒരു പ്രശ്നം ഫോറൻസിക് വിഭാഗം മേധാവി ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഒരു കാര്യത്തിന് കൂടി പരിഗണന കൊടുക്കുന്നുണ്ട്. അപകടത്തിൽ മരിച്ച 7 പേരുടെ മൃതദേഹങ്ങളാണ് പൂർണ്ണ രൂപത്തിൽ കണ്ടുകിട്ടിയത്. 9 മൃതദേഹ അവശിഷ്ടങ്ങളും കിട്ടി. ഇതുവരെ തിരിച്ചറിഞ്ഞത് 6 പേരെ മാത്രമാണ്. തിരിച്ചറിഞ്ഞവരുടെ പേര് വിവരങ്ങൾ ഇതൊക്കെയാണ്: തൃശ്ശൂർ പറയന്നൂർ പാറക്കണ്ടിൽ വീട്ടിൽ സുദർശൻ 54 വയസ്സ്, പാലക്കാട് കുരുനല്ലൂർ മാടിപ്പുറത്ത് വീട്ടിൽ വാസുദേവൻ 54 വയസ്സ്, തൃശ്ശൂർ കുണ്ടന്നൂർ മുതുകാട്ടിൽ വീട്ടിൽ സുവിൻ 40 വയസ്സ്, തൃശ്ശൂർ കോട്ടപ്പുറം കുറിമാലി വീട്ടിൽ ഗിരി 40 വയസ്സ്, തൃശ്ശൂർ അയ്യന്തോൾ തൃക്കുമാരകുടത്ത് വിഷ്ണു വിനോദ് 34 വയസ്സ്, തൃശ്ശൂർ ചേർപ്പ് ഇഞ്ചമുടി വടക്കേ പുരക്കൽ വീട്ടിൽ ബിജീഷ് 42 വയസ്സ്. എങ്കിലും 2 പേരുടെയൊക്കെ മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഈ 2 മൃതദേഹങ്ങളും DNA പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ നീക്കമുള്ളത്. ICUവിൽ 10 പേർ ചികിത്സയിലുള്ളവരിൽ 5 പേർ ഗുരുതരാവസ്ഥയിലാണ്. 2 പേർ വെന്റിലേറ്ററിലും തുടരുന്നു എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. നവമി ദിനേശ് ആശുപത്രിയിലുണ്ട്. നവമി, വലിയ ഗുരുതരമായ സാഹചര്യമാണ്. കാരണം ഈ മരിച്ചവരെ തിരിച്ചറിയുക, കൂടുതൽ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം എത്തിക്കുക എന്നൊക്കെയുള്ളത് അതികഠിനമായ ജോലിയാണ്. അത്രത്തോളം തിരിച്ചറിയാത്ത വിധം മൃതദേഹാവശിഷ്ടങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എന്തൊക്കെ ശ്രമങ്ങൾ നടക്കുന്നു? ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ മോർച്ചറിക്ക് മുന്നിലാണുള്ളത്. ഇവിടെയാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ തിരിച്ചറിയേണ്ടതുണ്ട്, പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കുറച്ചധികം ബന്ധുക്കൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. വരാം നവമി, എന്ന് തുടരുക. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണും. സാമ്പിൾസ് കളക്ട് ചെയ്യാം. ഫോറൻസിക് ആണ്. അതൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ഇനി ഇതിനകത്ത് പൊട്ടാൻ സാധ്യതയുണ്ടോ? അത്തരം പരിശോധന എന്തെങ്കിലും അറിയത്തില്ല. പൊട്ടാതെ കിടക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്നാലും സൂക്ഷിക്കണം. പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചില്ല? ഇല്ല, പിന്നെ സംസാരിച്ചിട്ടില്ല. ഒരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പൂരത്തിൻ്റെ അല്ല, അത് ദേവസ്വം മന്ത്രി വരുന്നുണ്ടാവും. അദ്ദേഹം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പെർമിഷന് വേണ്ടി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് നവമി ദിനേശ് ആശുപത്രിയിലുണ്ട്. നവമി, തുടരാം.
രഞ്ജിത്ത്, എന്തായാലും ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്നൊരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൺഫ്യൂഷൻ വന്നത്, അത് സുബ്രഹ്മണ്യന്റേതാണെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇന്നലെ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലോട്ടറി, അതോടൊപ്പം തന്നെ കയ്യിൽ ഏലസ്, ഒരു തുണി, അങ്ങനെ 3 അടയാളങ്ങളായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. അവരിന്നലെ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും പിന്നീട് അത് വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹമാണെന്നുള്ളൊരു അവകാശവാദവുമായി മറ്റൊരു കുടുംബം എത്തിയിരുന്നു. അപ്പോൾ ചെറിയൊരു കാലതാമസം അവർക്ക് മൃതദേഹം വിട്ടു നൽകുന്നതിലുണ്ടായി. എന്തായാലും അതിപ്പോൾ സുബ്രഹ്മണ്യന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം തിരിച്ചറിഞ്ഞു. അതെ, അത് ഇന്നലെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ പിന്നെ നമ്മൾ രാവിലേക്ക് DNA ടെസ്റ്റ് ചെയ്തിട്ട് പരിശോധിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു മുഖം അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇഞ്ചുറി ഒന്നുമില്ല. ഈ ബാക്ക് ഭാഗത്ത് വിഷ്ണു എന്ന് പറഞ്ഞ ആളെ കസിനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ കുളത്തൂരുള്ള പെരിന്തൽമണ്ണ കുളത്തൂരിലെ ആളാണ്. അപ്പോൾ നമുക്ക് ആളെ മുഖം കണ്ടതിന് ഏകദേശം കാരണം കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ പുറത്ത് മാത്രം ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ഉറപ്പാണ്. പിന്നെ അദ്ദേഹം ഏലസ്, ചരട്, അദ്ദേഹം ഉപയോഗിച്ച തോർത്തുമുണ്ട്, പിന്നെ അദ്ദേഹം ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവമാണ്. ലോട്ടറി ഇതൊക്കെ അദ്ദേഹത്തിന്റെ അവര് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ ഇന്നലെ കൺഫേം ആക്കിയതാ. പിന്നെ സംശയത്തിന്റെ പേര് നിർത്തി മാത്രം. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിച്ചപ്പോൾ അത് ഓക്കെയാണ്. ഇപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത് നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ജോലിക്ക് പോകുന്ന അതെ, അദ്ദേഹം ഇതേ ജോലിക്ക് പോകുന്നതാണ്. അതിന് മുൻപ് 2 അപകടങ്ങളിൽ ഇദ്ദേഹം പിന്നെ രക്ഷപ്പെട്ടതാണ്. ഒരു പാങ്ങിലൊരു ഇതിനു മുൻപ് ഒരു അപകടം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളെ കല്യാണമാണെന്ന് ഉച്ചയ്ക്ക് പോന്നു. അന്നൊരു അപകടത്തിൽ അങ്ങനെ 2 അപകടത്തിൽ രക്ഷപ്പെട്ടതാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ വേറൊരാൾ കൂടി വരേണ്ടതാണ്. അദ്ദേഹം നാട്ടിൽ തന്നെയാണ്. അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം രാത്രി വിളിച്ചിരുന്നു. അപ്പോ ഇതാണ് അവസ്ഥ. മാധ്യമങ്ങളിലൂടെ സുബ്രഹ്മണ്യന്റെ ദൃശ്യങ്ങൾ അതെ, അതനുസരിച്ച് നമ്മൾ ഈ അപകടം സംഭവിച്ച് അറിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ഇന്റർവ്യൂ നടത്തിയല്ലോ, മാധ്യമങ്ങളൊക്കെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ പിന്നെ വിൻസെന്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ട ബാക്കിൽ ഇരിക്കുന്നത് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ പിന്നെ നമുക്കെന്ത് നമ്മളൊരു പിന്നെ സഹോദരനാകുമ്പോൾ നമുക്കത് അവിടെ ഇരിക്കാൻ കഴിയില്ല. നമ്മൾ പ്രവർത്തകരാണൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ തന്നെ നമ്മൾ തിരിച്ചു. ഏകദേശം 10 മണിയോട് കൂടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ സംശയം വന്നതോടുകൂടി നമ്മൾ ഏകദേശം 7 പേര് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മകനുണ്ട്. ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ വന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഒരാളുടെ മൃതദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യം എന്ന വ്യക്തിയുടേതാണ്. കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കൂടിയൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം. ചേട്ടാ, എവിടെന്നാ വരുന്നത്? എടപ്പോള്. ആരുടെ? ഞങ്ങളെ നാട്ടുകാരാണ്, ഞങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളാണ്. അപ്പോൾ വിജയൻ എന്ന് പറഞ്ഞ ആളാണ്, 60 വയസ്സുള്ള ഒരാളാണ് കാണാത്തത്. അത് എടപ്പാൾ തറക്കൽ എന്നുള്ള പ്രദേശത്താണ്. പിന്നെ എടപ്പാൾ തന്നെ തട്ടാമ്പടി എന്നുള്ള ഭാഗത്തുള്ളതാണ് മണി എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഈ 2 പേരെ ബോഡിയാണ് ഐഡന്റിഫൈ ചെയ്യാത്തത്. അപ്പോൾ ആ ബന്ധുക്കളായിട്ട് ഞങ്ങൾ വന്നതാണ്. DNA ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനുശേഷം ബോഡി തിരിച്ചറിഞ്ഞാൽ ഞങ്ങൾ ബോഡി വെച്ച് ഞങ്ങൾ കൊണ്ടുപോകും. അകത്തേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഇത് ഇവരെ തിരിച്ചറിഞ്ഞ പരിപൂർണ്ണമായിട്ട് അറിയണില്ല. ഏകദേശം ഒരു രൂപം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ പരിപൂർണ്ണമായിട്ട് പറ്റുന്നുണ്ട്. DNA എടുത്തിട്ട് ചേട്ടന്റെ ബന്ധുവാണ്? അല്ല, ഞങ്ങളെ ഇത് ഇവര് 2 പേരും ഈ ജോലി അല്ല സ്ഥിരം വരുന്നവരല്ല, സീസണൽ വർക്കേഴ്സാണ്. അവരെ പ്രധാനപ്പെട്ട മറ്റു കൂലിപ്പണി, മേസൺ വർക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഉത്സവ സീസണിലെ ആളുകളുടെ ഷോർട്ടേജ് വരുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അതും പലപ്പോഴും ഇവർ പോകാൻ വില്ലിങ്ങല്ല, ബാഹ്യ സമ്മർദ്ദം മൂലം. കാരണം ആളുകൾക്ക് വെടിക്കെട്ട് കാണുന്നതാണ് വലിയ പ്രധാനമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇവർ നിർബന്ധിക്കപ്പെടുക ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, പൂരത്തെ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷെ അത് എത്രമാത്രം അപകടകരമാണെന്നുള്ള കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തേണ്ടതാണ് അനിവാര്യം. അയാളാണ് വിജയന്റെ മകൻ. പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. മറ്റൊന്ന് മണികണ്ഠൻ അല്ലെ? മണികണ്ഠൻ. ഇവർ 2 പേരാണ് നിങ്ങളുടെ നാട്ടിൽ? അതെ കാണാം. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളിലൊക്കെ ഇവരെ കണ്ടിരുന്നോ? അതായത് അതിന് മുൻപായിട്ട്? ഇല്ല. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ ഇവർ ഒരു നാട്ടിൽ നിന്ന്, എടപ്പാളിൽ നിന്ന് 2 പേരെ തേടിയാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് വിജയൻ, മറ്റൊന്ന് മണികണ്ഠൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചറിയലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയും ആളുകൾ ഇരിക്കുന്നുണ്ട്. ചേച്ചി, ആരാ? എന്റെ ചേട്ടനോ? പേരെന്താണ്? മണികണ്ഠൻ. കണ്ടിരുന്നോ? പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല.
ഏതായാലും വളരെ വൈകാരികമായ നിമിഷങ്ങൾ കൂടിയാണ് രഞ്ജിത്ത് ഉറ്റവരെ തേടി വന്നിരിക്കുന്നത്. തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരെ കാണുക എന്ന് പറയുന്നത് വലിയ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. സഹോദരിയാണ് അവിടെ ഇരിക്കുന്നത്, അവരാണ് സംസാരിച്ചത്. കൂടുതൽ ആളുകളുണ്ട്. നമുക്ക് അവരുടെ നിന്ന് പ്രതികരണം തേടുന്നത് തന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ചേട്ടാ എവിടെ ആരെയാ? ഏട്ടനാണ്. പേരെന്താ? പേര് സുരേഷ്. ഇവിടെ വന്ന് നോക്കിയതില്ല? അവിടെ ആശുപത്രിയിലൊക്കെ പോയി? അവിടെ ഇവിടെ വന്ന ബോഡിയിലില്ല. ഇത് നമ്മൾ നോക്കിയപ്പോൾ കാണാനില്ല. വെയിറ്റിംഗിലാണ്. സഹോദരനെ അന്വേഷിച്ചു വന്നതാണ്. ഇതുവരേക്കും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആശുപത്രിയിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിലില്ല. ഇവിടെയുള്ള മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും രഞ്ജിത്ത് വളരെ വിഷമിപ്പിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്ന, ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാണ് ഇവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇവരോട് ചോദിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ബാക്കിയാകുന്നുണ്ട്. എന്തായാലും ഇവർക്ക് എത്രയും വേഗം അവരുടെ ഉറ്റവരെ, സഹോദരനെ തിരിച്ചു കിട്ടട്ടെ, അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ, സഹോദരനെ നഷ്ടമായ സഹോദരന്മാർ, സഹോദരി, മകൻ, അങ്ങനെ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം, ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തന്നെ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ മൃതദേഹങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ആളുകൾക്ക് വേണ്ട നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും DNA പരിശോധന ഫലം എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആശുപത്രിയിൽ ഉള്ളവരുടെ, അതായത് വെന്റിലേറ്ററിൽ അടക്കമുള്ളവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 6 പേരുടെ നില 6 പേരുടെ നില തൃപ്തികരവുമാണ്. 3 പേരുടെ മൃതദേഹമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരുകയാണ്. അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെയുള്ള ധനസഹായം പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓൺലൈനായി 10 മണിക്കാണ് യോഗം ചേരുക. നവമി ദിനേശ് ഉള്ളത് ആശുപത്രിയിലാണ്. CV അനുമോദ് ഈ സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാം. പൊട്ടാതെ കിടക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളടക്കം പുക ചുള്ളുകളൊക്കെ അവിടെ ഉണ്ടാകുന്നത് കാണാം. എന്തായാലും കടാവർ നായ അടക്കം അവിടെ പരിശോധനകൾ നടത്തുകയാണ്. നമുക്ക്